എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ എൻ്റെ ചെവിയിൽ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളുടെ കഠിനതയും വേദനയും ഇന്നും ഞാനത് മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കുവാൻ കഴിയുന്നില്ല. ഞാനത് ക്ഷമിച്ചു, മറക്കുവാൻ കഴിയുന്നില്ല. വേദനയോടുകൂടെ പലപ്പോഴും അത് ഓർക്കാറുണ്ട്. കാരണം അത് പറവാൻ പറവാനേ പാടില്ലായിരുന്നു. കാരണം അങ്ങനെ പറയാനുള്ള സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതെൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ പറയാം. അപ്പോൾ 30 വർഷം കഴിഞ്ഞിട്ടും ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കും ചില വാക്കുകൾ എന്ന് പറയാൻ ഞാൻ സൂചിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ ചില അസംഷൻസിന്റെ ബേസിൽ സംസാരിക്കാറുണ്ട്. യാഥാർത്ഥ്യം ആ ഭാഗത്തെങ്ങുമേ ഇല്ല, എന്നാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുകയും പറവാൻ പാടില്ലാത്തത് പറയുകയും വേദനിപ്പിക്കുകയും ചെയ്താൽ അത് കഠിനമായ വേദനയാൽ മനസ്സുരുക്കി ദീർഘകാലം നിൽക്കുന്ന മുറിവുകളായിത്തീരും. ആഴത്തിൽ വേരൊന്നുന്ന മുറിവുകളാകും. അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെ പോലും നമ്മുടെ കോപത്തിൽ നിന്ന്, അസംഷൻസിൽ നിന്ന് യാഥാർത്ഥ്യം തെല്ലുമില്ലാതെ പറയുവാൻ, കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കരുത്. അത് നിശ്ചയമായിട്ടും ഒരു തരത്തിലും ദോഷം അല്ലാതെ ഗുണമുണ്ടാക്കില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ഒരിക്കലും മറക്കാത്ത ചില വാക്കുകളുടെ മുറിവുകൾ അവശേഷിപ്പുകളായി നമ്മിൽ ഇരിപ്പില്ലേ? പക്ഷേ ദൈവമക്കളായ നമ്മൾക്ക് ദൈവസന്നിധിയിൽ നീതിയോടുകൂടെ നിൽക്കണമെങ്കിൽ അത് മറന്നേ കഴിയാവൂ, ക്ഷമിച്ചേ മതിയാവൂ. പക്ഷേ സംസാരിക്കുന്നവൻ മിതത്വമില്ലാതെ, ചിന്തിക്കാതെ, ആലോചിക്കാതെ, ആരോടാണ് എന്ത് പറയുന്നത് എന്ന് ബോധ്യമില്ലാതെ വികാരപരമായി പുറത്തുനിന്ന് കിട്ടിയ ഏതോ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞാൽ അത് വലിയ മുറിവുകളും അകൽച്ചയും ഒക്കെ ഉണ്ടാക്കും. നമ്മുടെ വാക്കുകൾക്ക് വലിയ വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകളാൽ ഉളവാക്കുന്ന, സൃഷ്ടിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന മനോഹരമായ സാഹചര്യങ്ങളെ നമുക്ക് പുനഃസ്ഥാപിക്കാം. അതാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ഒരു പുഞ്ചിരിക്കുന്ന മുഖവും സ്നേഹത്തിൻ്റെ ഒരു വാക്കും നല്ലൊരു വലിയ മെയിൻ കോഴ്സ് ആഹാരം നൽകുന്നതിനെക്കാട്ടിലും മനോഹരമാണ്. അങ്ങനെയുള്ള നല്ല വാക്കുകൾ ദൈവം തന്ന ഈ മനോഹരമായ അവയവത്തിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. God bless you all.